നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിൻ്റെ 10th ലെവൽ മാത്സ് PYQ സീരീസിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളൊന്നുകൂടി പറയാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക n-2 × 180 ആണ്. n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക n-2 × 180 ആണ്. ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എപ്പോഴും 360 ആയിരിക്കും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. പുറം കോണുകളുടെ തുക അതായത് 360 എന്ന് പറയുന്നത് എന്താണ്? അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. 2 × n-2 × 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര വശങ്ങളുണ്ട്? n എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ 360 ഈ 2-നെയും 180-നെയും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഡിവൈഡഡ് ബൈ 2 × 180 = n-2. ഇതെത്ര വരും? ഒരു 18, 2 18, 36. ഈ രണ്ടും പോയി. ഇവിടെ എന്താണ്? അപ്പോൾ 1 ആണുള്ളത്. n-2 = 1. അങ്ങനെയാണെങ്കിൽ n എത്രയാണ്? 1 + 2 3. ഓപ്ഷൻ ബി 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക n-2 × 180 ആണ്. ഇവിടെ n എത്രയാണ്? n 12 ആണ്. അങ്ങനെയാണെങ്കിൽ 12 - 2 × 180. 10 × 180 1800. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? 2, 5, 8 എന്ന് പറയുന്ന ഒരു ശ്രേണിയുണ്ട്. ഇവിടെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? ഒരു പദത്തിൻ്റെ വർഗ്ഗമാണ് 2500. അപ്പോൾ പദം എത്രയാണ്? 2500ൻ്റെ റൂട്ട് 25ൻ്റെ റൂട്ട് 5, 2 പൂജ്യത്തിൻ്റെ റൂട്ട് 1 0. 50ൻ്റെ വർഗ്ഗമാണ് 2500. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ 50 എന്ന് പറയുന്ന പദമുണ്ട്. അത് എത്രാമത്തെ പദമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 50 എന്നത് ലാസ്റ്റ് പദമായിട്ട് അസ്യൂം ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഈ ഒരു ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. എത്ര പദങ്ങളുണ്ടോ അത്രാമത്തെ അവസാനത്തെ പദമാണ് 50. അങ്ങനെയാണെങ്കിൽ n കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ലാസ്റ്റ് ടേം എത്രയാണ്? 50. 50 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ൽ നിന്ന് 2 കുറച്ചാൽ 3, അല്ലെങ്കിൽ 8 ൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോഴും നമുക്ക് 3 കിട്ടും പ്ലസ് 1. 50 ൽ നിന്ന് 2 പോയാൽ 48 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. ഒരു 3 3, ഒരു 3 3, സിസ്റ്റം 1 18, 6 3 18, 16 പ്ലസ് 1 17. 17ാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ഇവിടെ കൂട്ടുപലിശയാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടുപലിശ മുതൽ എത്രയാണ്? 25,000. നിരക്ക് 8%. 2 വർഷമാണ്. 2 വർഷത്തേക്ക് കൂട്ടുപലിശ കാണാനുള്ള നമ്പർ എത്രയാണ്? 1 2 1. 1ന് താഴെ മുതൽ എഴുതുന്നു. 25,000. 2ന് നേരെ എന്ത് എഴുതണം? 25,000ൻ്റെ 8%. 25,000 × 100 ൽ 8. 2 0 പോയി. ഇവിടെ 2 0 പോയി. 25 × 8 5 40, ശിഷ്ടം 4, 2 16 4 20, പിന്നെ ഒരു 0. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 2000. 1ന് നേരെ 2000ൻ്റെ 8%. 100 ൽ 8. 0 0 പോയി. 2 8 16, പിന്നെ ഒരു 0, 160. ഇനി എന്ത് ചെയ്യുക? ഇതൊക്കെ ഗുണിക്കുക. 25,000 × 1 25,000 തന്നെ. 2000 × 2 4000. 160 × 1 160. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശയാണ് ചോദിച്ചിരിക്കുന്നത്. പലിശ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 4000ഉം 160ഉം കൂടി കൂട്ടി 4160 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ.
2 1/2 ഹോൾ സ്ക്വയർ മൈനസ് 1 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ രീതിയിലും ചെയ്യാം. 4 4 1 5 5/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 2 2 2 1 3 3/2 ദ ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറും. ഇതെന്താണ്? 5 5 സ്ക്വയർ 25/2 സ്ക്വയർ 4 മൈനസ് 3 സ്ക്വയർ 9 മൈനസ് 2 സ്ക്വയർ 4. 25 9 കുറച്ച് എത്രയാണ്? 16. 16/4 എത്രയാ? 4 16 4. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ചതുർഭുജത്തിലെ കോണളവുകൾ തന്നിട്ടുണ്ട്. 1:2:3:4 ആണ്. വലിയ കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ കോണിൻ്റെ റേഷ്യോ എത്രയാണ്? 4 റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ കോണിൻ്റെ അളവ് കാണാൻ 4 റേഷ്യോ ഡിവൈഡഡ് ബൈ ഇത് ടോട്ടൽ എത്രയാണ്? 3 4 7 8 9 10 10 ഇൻറ്റു ഇനി ചതുർഭുജത്തിലെ ടോട്ടൽ കോണളവ് 360 ഡിഗ്രി. 6 4 24 ശിഷ്ടം 2 4 3 12 2 14 144. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. എക്സിനോട് 1 കൂട്ടിയതിൻ്റെ +1 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ √(x+1) അതിൻ്റെ വർഗ്ഗമൂലം ഒന്നുകൂടി വർഗ്ഗമൂലം എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യ എത്രയാണ്? 3 ആണ്. എങ്കിൽ എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർഗ്ഗമൂലം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു പ്രാവശ്യം സ്ക്വയർ ചെയ്യുക. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയും സ്ക്വയർ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഒരു വർഗ്ഗമൂലം പോയി √(x+1) = 3ൻ്റെ സ്ക്വയർ 9. നമ്മൾ ഒരിക്കൽ കൂടി സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? x+1 = 9ൻ്റെ സ്ക്വയർ 81. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? 81 - 1 80. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? വൃത്തസ്തൂപികയുടെ വ്യാപ്തം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? വ്യാപ്തം = 1/3 πr²h. വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 πr²h ആണ്. ഇവിടെ r എന്ന് പറയുന്നത് 2 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. r 2r ആയിട്ട് മാറി. ഉന്നതി h എന്തായിട്ട് മാറി? 3 മടങ്ങായിട്ട് മാറി. 3h ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം എങ്ങനെ മാറും? 1/3 × π × r² സ്ഥാനത്ത് നമ്മൾ 2r² 2r² × hൻ്റെ സ്ഥാനത്ത് 3h 1/3 × π × 4r² × 3h. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 1/3 πr² അതുപോലെ എഴുതുക. 1/3 πr². ഇനി എന്താ ബാക്കിയുള്ളത്? 4ഉം 3ഉം അതായത് 12 12 × 1/3 πr². അപ്പോൾ വ്യാപ്തം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മടങ്ങായിട്ട് വർദ്ധിക്കും. ആദ്യം 1/3 πr² ആയിരുന്നു ഇതിൻ്റെ വ്യാപ്തം. അത് 12 × 1/3 πr² ആയിട്ട് മാറി. അതായത് വ്യാപ്തം 12 മടങ്ങായിട്ട് വർദ്ധിച്ചു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ചിത്രത്തിൽ ചാപം ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ ACBയുടെ അളവ് എത്ര? ചാപം ACB നിങ്ങൾക്ക് കാണാം. ഇവിടെ തുടങ്ങി സിയിൽ പോയി ഇങ്ങനെ ബിയിലേക്ക് വരുന്ന ഈ വൃത്തത്തിൻ്റെ ഭാഗമാണ് ACB. അതിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 260 ഡിഗ്രി. 260 ഡിഗ്രി. അപ്പോൾ ഇത്രയും ഭാഗം ഈ ഒരു എയിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ചെന്നിട്ട് സി വഴി പോയി ബി വരെ എത്തുന്ന ഈ ഒരു കോണാണ് പറഞ്ഞിരിക്കുന്നത് 260 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? വൃത്തം ടോട്ടൽ 360 ഡിഗ്രി. അതിൽ ACB എത്രയാണ്? 260 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോണ് 100 ഡിഗ്രി ആയിരിക്കും അല്ലേ? AOB എന്ന് പറയുന്ന കോണ് 100 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ACB എന്ന് പറയുന്ന ഈ ഒരു കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപം ACB വൃത്തത്തിൻ്റെ കേന്ദ്രവുമായിട്ടുണ്ടാക്കുന്ന കോണാണ് ഈ 100 ഡിഗ്രി AOB അല്ലേ?
ACB എന്ന് പറയുന്ന ചാപം വൃത്തത്തിൻ്റെ കേന്ദ്രം ഓയുമായിട്ട് ഉണ്ടാക്കുന്ന കോണാണ്. AOB എന്ന് പറയുന്ന കോൺ അതിൻ്റെ അളവ് എത്രയാണ്? 100 ഡിഗ്രി ആണ്. ഒരു ചാപം വൃത്തകേന്ദ്രവുമായിട്ട് ഉണ്ടാക്കുന്ന അളവിൻ്റെ പകുതി ആയിരിക്കും ആ ചാപം വൃത്തത്തിൽ മറ്റെവിടെയും ഉണ്ടാക്കുന്ന കോൺ എന്ന് ആണ് റൂൾ. അങ്ങനെയാണെങ്കിൽ കോൺ ACB എത്രയാണ്? കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത് 100 ആണെങ്കിൽ ACB എത്രയാണ്? 50 ഡിഗ്രി ആയിരിക്കും. ഒരു ചാപം വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് ആ ഒരു ചാപം ആ വൃത്തത്തിൽ മറ്റെവിടെയും ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എന്നാണ് റൂള്. അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന അളവ് 100 ഡിഗ്രി ആണെങ്കിൽ ACB എന്താണ്? ACBയുടെ അളവ് 50 ഡിഗ്രിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.